ആശാവർക്കർമാർക്കും അങ്കണവാടി പ്രവർത്തകർക്കും ഉൾപ്പെടെയുള്ള സ്ത്രീ ജീവനക്കാർക്ക് പണിക്കൂലിയും ഇല്ല, പണിക്കുറവുമില്ല എന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളതെന്ന് ചലച്ചിത്ര താരം രമേശ് പിഷാരടി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം മഹിളാ ന്യായ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിഷാരടി. ഏതെങ്കിലും മേഖല തൃപ്തികരമാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. ലോക്സഭയിൽ 100 ചോദ്യങ്ങൾ ചോദിച്ചുവെന്ന് വീമ്പ് പറയുന്നതിനേക്കാൾ കാതലായ 30 ചോദ്യങ്ങൾക്കാണ് പ്രാധാന്യമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. UP വിഭാഗം സ്കൂളിലാണല്ലോ പഠിക്കുന്ന അറ്റൻഡൻസ് നോക്കിയിട്ട് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തം 100 ചോദ്യം ചോദിച്ചു. ഇത് ആകെ 30 ചോദ്യം ചോദിച്ചുള്ളൂ. വേണ്ട, ചോദിച്ച 30 ചോദ്യത്തിന് ഉത്തരം കിട്ടി. 100 ചോദിച്ചിട്ട് അവർ മൈൻഡ് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്ര ഭേദമാണ് 30 ചോദ്യം ചോദിക്കാൻ ഉത്തരവുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിലാണ് മറുപക്ഷം ഇരിക്കുന്നത്. അവിടെ ചെന്ന് 100 ചോദ്യം ചോദിച്ചു, 50 ചോദ്യം ചോദിച്ചു എന്നുള്ളതല്ല, അവരതിനെ അങ്ങനെ തന്നെ പരിഗണിക്കുന്നുള്ളൂ. പല ആവശ്യങ്ങളെയും അവർ ഇഗ്നോർ ചെയ്യുകയാണ്. അവിടെ പുറത്തിറങ്ങി ഓരോ ജനങ്ങളോടും ഓരോ ജനവിഭാഗത്തെയും കണ്ട് മനസ്സിലാക്കി ബോധവൽക്കരിക്കേണ്ട ഒരു മാറ്റത്തിന്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വത്തിലാണ് പലരും നടക്കുന്നത്. അതൊന്നും ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിൽ കുറിച്ച് വെക്കേണ്ടതോ അവിടെ പോയിട്ട് ഉത്തരം കിട്ടാതെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതോ അല്ല. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ സംവരണം ഉറപ്പാക്കുമെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ പറഞ്ഞു. പാർലമെന്റ് മണ്ഡലം തല ന്യായ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു KC. നിയമസഭയിലും പാർലമെന്റിലും നിയമം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അടുത്ത കാലത്തും പക്ഷേ കോൺഗ്രസ് പറയുന്നത് കേന്ദ്ര സർക്കാർ ജോലികളിൽ 100 പേർക്ക് ജോലി കിട്ടുന്ന ജോലി ഉണ്ടെങ്കിൽ അതിൽ 50 പേർ സ്ത്രീകളായിരിക്കും എന്ന് ഉറപ്പുവരുത്തി 50% സംവരണം സർക്കാർ ജോലികളിൽ 50% സംവരണം സ്ത്രീകൾക്ക് നൽകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. കേന്ദ്രത്തിലും ഇത് തന്നെ തുടരും. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. അമൃത ന്യൂസ്, ആലപ്പുഴ.